അപ്പൊ CUT 2024 കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ പാർട്ട് 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ 56th ക്വസ്റ്റ്യൻ അത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അത് മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ഈച്ച് അയോൺസ് ആണ് കാണേണ്ടത്. ലിസ്റ്റ് 1ൽ നമുക്ക് വേരിയസ് അയോൺസ് തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2ൽ ഓരോന്നിന്റെ മാഗ്നറ്റിക് മൊമെന്റ് തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ഏതാണ് ഓരോന്നിന്റെ നമുക്ക് മാച്ച് ചെയ്യണം. അപ്പം നമുക്കറിയാം ഇക്വേഷൻ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √n × n+2 ആണ്. അപ്പൊ നമ്മൾ ഓരോ അയോണിന്റെയും ബാലൻസ് ഇലക്ട്രോൺ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ CO കൊബാൾട്ട് 2+ന്റെ ബാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 × n+2 3+2 5 വരും. √3 × 5 √15 വരും. √15ന്റെ വാല്യൂ 3.87 ആണ്. പിന്നെ Mn2+ന്റെ കേസിൽ ബാലൻസ് ഇലക്ട്രോൺസ് 5 അൺപെയർഡ് ഇലക്ട്രോൺസ് 5 ആയിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് 5 × 7 ആയിരിക്കും. അപ്പൊ √35 5.92 കിട്ടും. പിന്നെ ക്രോമിയം 2+ന്റെ കേസിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് 4 ആയിരിക്കും. അപ്പൊ √4 × 6 ആണ് നമുക്ക് കിട്ടുക. √24 അപ്പൊ 4.9 ആണ് ആൻസർ കിട്ടുക. പിന്നെ Cu2+ന്റെ കേസിൽ നമുക്ക് അൺപെയർഡ് ഇലക്ട്രോൺസ് 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ μ = √1 × 1+2 അപ്പോൾ √1 × 3 വരും 1.73. അപ്പൊ നമ്മൾ മാച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ വരിക A2 B4 C3 D1 ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഓരോന്നിന്റെയും ഓരോ അയോണിന്റെയും അൺപെയർഡ് ഇലക്ട്രോൺസ് കാണും. ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ഈച്ച് അയോൺസ് കാണാൻ പറ്റും. Next question. The ionic strength of a solution of 0.1 molar NaCl and 0.01 molar in calcium chloride is. അപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി അതിൽ 0.1 മോളാർ NaCl ഉണ്ട്, 0.01 മോളാർ CaCl2 ഉണ്ട്. അപ്പം NaClന്റെ കേസിൽ അവിടെ ഉണ്ടാവുന്ന അയോൺസ് എന്ന് പറയുന്നത് Na+ഉം Cl- ഉം ആണ്. കാൽഷ്യം ക്ലോറൈഡിന്റെ കേസ് എന്ന് പറയുന്നത് CaCl2 ആണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന അയോൺസ് എന്ന് പറയുന്നത് Ca2+ഉം 2 ക്ലോറൈഡ് അയോൺസ് ആണ്, 2Cl- അയോൺസ് ആണ് ഉണ്ടാവുക. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അയോണിക് സ്ട്രെങ്ത് കിട്ടാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് I = ½ × summation of C1 × Ci × Zi² ആണ്. അപ്പൊ നമ്മൾ NaClന്റെ കേസിൽ അവിടെ നോക്കുക ഹാഫ് കോമൺ ആയിട്ടുള്ളതാണ്. പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് NaCl എന്ന് പറയുന്നത് 0.1 മോളാർ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ 0.1 × 1² ചാർജ് ഓഫ് Na+ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1² എടുക്കാം. പ്ലസ് പിന്നെ നമ്മൾ ക്ലോറൈഡിന്റെ കേസിൽ എഴുതുക. അപ്പൊ 0.1 × -1² അപ്പൊ നമുക്ക് ടോട്ടൽ I1 എന്ന് പറയുന്നത് 0.1 കിട്ടും, അയോണിക് സ്ട്രെങ്ത് ഓഫ് NaCl. ഇനി CaCl2ന്റെ കേസിൽ നമുക്ക് അയോൺസ് എന്ന് പറയുന്നത് Ca2+ഉം 2Cl- ആണ്. അപ്പോൾ I2 നമ്മൾ കാണാം ½ × 0.01 കോൺസെൻട്രേഷൻ ഓഫ് CaCl2 × 2², അതായത് കാൽഷ്യത്തിന്റെ ചാർജ് 2 ആണ്. അപ്പൊ 2² വരും. പ്ലസ് 2 ക്ലോറൈഡ് അയോൺസ് ഉണ്ട്. അപ്പൊ 2 × 0.01 × ചാർജ് ഓഫ് ക്ലോറൈഡ് എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ സ്ക്വയർ കൊടുക്കുക. അപ്പൊ ടോട്ടൽ നമ്മൾ അത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന I2 വാല്യൂ എന്ന് പറയുന്നത് 0.03 ആണ്. അപ്പൊ നമ്മൾ ടോട്ടൽ അയോണിക് സ്ട്രെങ്ത് കാണാൻ I1ഉം I2ഉം പ്ലസ് ചെയ്യാം. I1 + I2 = 0.1 plus 0.03 = 0.13 ആൻസർ കിട്ടും. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. 0.13 മോളാർ ആണ് ionic strength of the solution. Next question. The expression relating the molality and mole fraction of a solute in a solution. ഒരു സൊല്യൂഷനിലെ മൊളാലിറ്റിനെയും മോൾ ഫ്രാക്ഷനെയും എക്സ്പ്രസ് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏതാണെന്ന് അറിയണം. അപ്പൊ നമുക്കറിയാം മൊളാലിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 kg ഓഫ് സോൾവെന്റ് ആണ്. അപ്പൊ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എടുക്കുക N2 ആണ്. പിന്നെ വെയിറ്റ് ഓഫ് ദി സോൾവെന്റ് എന്ന് പറയുന്നത് നമ്മൾ W1 ആയിട്ടാണ് എടുക്കുക. അതാണ് മൊളാലിറ്റി സ്മോൾ m ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ഇനി മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് Chi2 X2 = N2/N1 + N2, അതായത് രണ്ട് സൊല്യൂട്ടിന്റെ മോളാർ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത് Chi2. അതെന്ന് പറയുന്നത് N2/N1 + N2, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ. അപ്പൊ നമ്മൾ ഇത് രണ്ടും റിലേറ്റ് ചെയ്യാണ്.
അപ്പോൾ ഈ മൊളാലിറ്റിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് N2 ഒരു വാല്യൂ കിട്ടും. അതായത് മൊളാലിറ്റി ഇൻറ്റു വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് ഇസ് ഈക്വൽ ടു N2 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് കാണാം N1 നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ഗിവൺ സോൾവെന്റ് ഡിവൈഡഡ് ബൈ മോളിക്യുലർ മാസ് ഓഫ് ദി സോൾവെന്റ്. അപ്പോൾ ഈ Chi2 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നമ്മൾ N2നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, N1നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുക. Chi2 is equal to small m into m1 by 1 plus small m into m1. അതായത് മൊളാലിറ്റി into molecular mass of the solvent divided by 1 plus molality into molecular mass of the solvent is equal to the mole fraction of the solute. അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. Chi2 is equal to m1 by 1 plus small m into capital M1. അതാണ് നമ്മുടെ ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം for liquid water and water vapor in the equilibrium at a pressure of 1 atm. ഒരു atm പ്രഷറിൽ ലിക്വിഡ് വാട്ടറും വാട്ടർ വേപ്പറും ഉണ്ടെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണെന്നാണ് കണ്ടത്. അപ്പോൾ ലിക്വിഡ് വാട്ടറും വാട്ടർ വേപ്പറും വാട്ടറിന്റെ വേരിയസ് ഫേസസ് ആണ്. അപ്പൊ കമ്പോണൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് അവിടെ 1 ആണ്. അപ്പൊ ഗിബ്സ് ഫേസ് റൂൾ വെച്ച് നമുക്ക് അറിയാം ഇക്വേഷൻ നമ്പർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു C മൈനസ് P പ്ലസ് 2 ആണ്. അതാണ് നമ്മുടെ ഇക്വേഷൻ. ആ 2 എന്ന് പറയുന്നത് 2 എന്ന് പറഞ്ഞ ടേം എന്തുകൊണ്ടാണ് വരുന്നത്? അവിടെ 2 വേരിയബിൾസ് വരും, പ്രഷറും ടെമ്പറേച്ചറും. പക്ഷെ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ആ പ്രഷർ എന്ന് പറയുന്നത് 1 atm ആണ്. അപ്പൊ അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഗിബ്സ് ഫേസ് റൂളിൽ ഒരു ചേഞ്ച് വരും. F ഈസ് ഈക്വൽ ടു C മൈനസ് P പ്ലസ് 1 എന്ന് പറയുന്ന ആയിട്ട് ഇക്വേഷൻ മാറും. അപ്പൊ ഇവിടെ നമുക്ക് കമ്പോണൻസിന്റെ എണ്ണം C എന്ന് പറയുന്നത് 1 ആയിരിക്കും. കാരണം വാട്ടർ മാത്രമാണ് ഉള്ളത്, വാട്ടർ വേപ്പർ ആയിട്ടും ലിക്വിഡ് ആയിട്ടുള്ളത്. അപ്പൊ കമ്പോണൻസിന്റെ എണ്ണം 1 ആണ്. ഫേസസ്, വാട്ടർ 2 ഫേസസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ലിക്വിഡ് വാട്ടർ ആയിട്ടും ഒന്ന് വാട്ടർ വേപ്പർ ആയിട്ടുള്ള ഗ്യാസ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ഫേസസ് 2 ആണ് വരിക. അപ്പൊ ആ ഇക്വേഷനിൽ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. C വാല്യൂ 1, P വാല്യൂ 2, പിന്നെ ജസ്റ്റ് 1 ഇക്വേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ +1 വരും. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 മൈനസ് 2 + 1 കിട്ടും. അപ്പൊ 0 ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഓപ്ഷൻ 1 ആണ് ആൻസർ 0. നെക്സ്റ്റ്, ഇത് ജസ്റ്റ് ഒരു ഇതാണ്. അപ്പൊ സൈൻ ഓഫ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ലിസ്റ്റ് 1 തന്നിട്ടുണ്ട്, പിന്നെ കോൺസിക്വൻസസ് ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്. അപ്പൊ മാച്ച് ദ ഫോളോയിങ് ആണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇക്വേഷൻ പറയാ, നമുക്ക് ഗിബ്സ് റൂൾ ഫ്രീ എനർജി, ഗിബ്സ് ഫ്രീ എനർജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക. അതായത് ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അതാണ് ഇക്വേഷൻ. ഈ ഡെൽറ്റ ജി നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ മാത്രമേ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുള്ളൂ. അതും ഓർത്ത് വെക്കാം. ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഡെൽറ്റ ജി ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ അത് രണ്ടും ഓർത്ത് വെക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കാണാം ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്, ഡെൽറ്റ ജി നെഗറ്റീവ് ആണ്. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള 2 ഓപ്ഷൻ ആണ് നമുക്കുള്ളത്, 3ഉം 4ഉം. 3ഉം 4ഉം നമുക്ക് ഉണ്ട്. അപ്പൊ ഡെൽറ്റ ജി നെഗറ്റീവ് ആവണമെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആണ്, ഡെൽറ്റ എച്ചും നെഗറ്റീവ് ആണ് ഫസ്റ്റ് ഓപ്ഷനിൽ, ഡെൽറ്റ എസും നെഗറ്റീവ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ ജി എച്ച് വളരെ നെഗറ്റീവ് ആണ്, കൂടുതൽ നെഗറ്റീവ് ആണെങ്കിൽ അത് ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ ഡെൽറ്റ എസിനെയും അവിടെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് മൈനസ് ടി ഡെൽറ്റ എസ് എന്നാണ് ഇക്വേഷൻ. അപ്പൊ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ മാത്രമേ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുള്ളൂ. അപ്പോൾ A3 ആണ് വരിക. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആണ് വരിക. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസും നെഗറ്റീവ് ആണ്, ഡെൽറ്റ ജി പോസിറ്റീവ്. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ അപ്പൊ 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2 ആണുള്ളത്. റിയാക്ഷൻ വിൽ ബി നോൺ സ്പോണ്ടേനിയസ്, റിയാക്ഷൻ വിൽ ബി നോൺ സ്പോണ്ടേനിയസ്. അവിടെ ഡെൽറ്റ ജി പോസിറ്റീവ് ആവണമെങ്കിൽ ടിയുടെ വാല്യൂ കൂടുതലായിരിക്കണം. ടിയുടെ വാല്യൂ കൂടുതലാവുമ്പോൾ ഡെൽറ്റ എസിന്റെ വാല്യൂ നെഗറ്റീവ്, അത് ക്യാൻസൽ ഔട്ട് ആവും. അപ്പോൾ B1 ആയിരിക്കും വരിക. അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് A3, B1, C2, D4 ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ നോട്ട് ബി ഓക്സിഡൈസ്ഡ് ബൈ ഓസോൺ? അതായത് ഓസോൺ ആയിട്ടുള്ള റിയാക്ഷനിൽ ഇതിൽ ഏത് കോമ്പൗണ്ട് ആണ് ഓക്സിഡൈസ് ആവാത്തത്? ഏത് കോമ്പൗണ്ട് ഓക്സിഡൈസേഷന് നിൽക്കൂല? അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഓരോന്നിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കാം.
അപ്പൊ ഇവിടെ പൊട്ടാസ്യത്തിന്റെ ഫസ്റ്റ് ഓപ്ഷനിൽ പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. അയഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. പിന്നെ FeSO4 Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. SO4ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -2 ആണ്. ഇനി പൊട്ടാസ്യത്തിന് തേർഡില് KMnO4ന്റെ പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ്. മാംഗനീസിൻ്റെത് +6, പിന്നെ O4ൻ്റെത് -2 ആണ്. 4 എണ്ണത്തിന് ആവുമ്പോൾ 4 into -2 -8 വരും. പിന്നെ K2MnO4 പൊട്ടാസ്യം K2MnO4ന്റെ വരുമ്പോൾ ഈ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +6 ആയിരിക്കും. ഒരു സ്പീഷീസ് ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ അതിന് അവൈലബിൾ ആയിട്ടുള്ള ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാവണം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അയഡിന് -1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത് ഓക്സിഡൈസ് ആവാം, അതിന് -1 എന്നുള്ളത് 0 ആവാം. പിന്നെ അയോണിന്റെ കേസിൽ ഇതിന്റെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആയിട്ട് മാറാം. അതായത് അത് ഓക്സിഡേഷൻ സംഭവിച്ച് +3 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ തേർഡ് കേസിൽ മാംഗനീസിന്റെ നോക്കുമ്പോൾ ഇവിടെ +7 ആണ് മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിന് ഇനി ഒരിക്കലും അതിൽ കൂടുതലായിട്ടുള്ള ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവൈലബിൾ അല്ല. അതായത് +8 +9 എന്ന് പറഞ്ഞൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാംഗനീസിന് അവൈലബിൾ അല്ല. പക്ഷെ ഈ കേസിൽ K2MnO4ന്റെ കേസിൽ അവിടെ +6 എന്ന് പറയുന്ന മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് ഓക്സിഡൈസേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട് ഓസോണായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. പക്ഷേ തേർഡ് ഓപ്ഷനിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരിക്കലും ഓക്സിഡൈസ് ആവില്ല. അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, SF2, SF4 and SF6 have the hybridization at sulfur atom respectively as. ഓരോന്നിലും ഉള്ള സൾഫർ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷൻ എത്രയായിരിക്കും എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ടു ഫൈൻഡ് ഹൈബ്രിഡൈസേഷൻ, വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് ദി സെൻട്രൽ ആറ്റം പ്ലസ് നമ്പർ ഓഫ് മോണോവാലന്റ് ആറ്റം പ്ലസ് നെഗറ്റീവ് ചാർജ് മൈനസ് പോസിറ്റീവ് ചാർജ് ബൈ 2. ഈ ഇക്വേഷൻ ഒന്ന് നോക്കാം. അപ്പൊ നമ്മളിവിടെ എല്ലാത്തിന്റെയും സെൻട്രൽ ആറ്റം 6 ആണ്, സൾഫർ ആണ്. അപ്പൊ സൾഫർ ആറ്റത്തിന്റെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 6 ആയിരിക്കും. പിന്നെ ഫ്ലൂറിൻ എന്ന് പറയുന്നത് മോണോ വാലന്റ് ആണ്. അപ്പൊ +2 കൊടുക്കുക, ബൈ 2 കൊടുക്കുക, 4 കിട്ടും. 4 ആണെങ്കിൽ അവിടെ 4 ഓർബിറ്റലിന്റെ ആവശ്യമുണ്ട്, sp3. അതായിരിക്കും അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ. ഇനി SO4ന്റെ കേസിലാണെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ 6 + 4, 4 ഫ്ലൂറിൻ മോണോവാലന്റ് ആറ്റംസ് ഉണ്ട്. അപ്പൊ 4 കൊടുക്കുക, ബൈ 2 കൊടുക്കുക. അപ്പൊ നമുക്ക് ടോട്ടൽ 5. അപ്പൊ 5 ഓർബിറ്റൽസ് വേണം. അപ്പൊ sp3d ആയിരിക്കും അവിടെ സെൻട്രൽ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷൻ. പിന്നെ SF6ന്റെ കേസിൽ 6 ആണ് സൾഫറിന്റെ വാലൻസ് ഇലക്ട്രോൺ. പിന്നെ 6 മോണോവാലന്റ് ഫ്ലൂറിൻ ആറ്റംസ് ഉണ്ട് അവിടെ. അപ്പൊ 6 + 6 ബൈ 2 വരും. അപ്പൊ 6 അറ്റോമിക് ഓർബിറ്റൽസ് വേണം. അപ്പൊ നമുക്ക് അവിടെ ഹൈബ്രിഡൈസേഷൻ കിട്ടുക എന്ന് പറയുന്നത് sp3d2 ആയിരിക്കും. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. sp3d sp3d2 ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. Next question, the Miller indices of the crystal planes which cut through the crystal axis at 2a, 3b, c are. അപ്പോൾ നമുക്ക് ഇന്റർസെപ്റ്റ്സ് തന്നിട്ടുണ്ട് ഓരോ ആക്സിസിലും 2a, 3b and c. നമ്മളോട് മില്ലർ ഇൻഡിസസ് ആണ് കാണാൻ പറയുന്നത്. മില്ലർ ഇൻഡിസസ് ഇന്റർസെപ്റ്റ് എന്ന് കിട്ടണമെങ്കിൽ ആദ്യം അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അതായത് 2 എന്ന് പറയുന്നത് 1/2 ആവും, 3 എന്ന് പറയുന്നത് 1/3 ആവും, 1 എന്ന് പറയുന്നത് 1 തന്നെ. ഇനി അതിന് റെഡ്യൂസ് ചെയ്തിട്ട് അടുത്തുള്ള ഇൻഡിജറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ ഇന്റർസെപ്റ്റ്സ് എന്ന് പറയുന്നത് 2a, 3b, c ആണ്. ഇനി അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക 1/2, 1/3, 1 ആണ്. അതിന് നമ്മൾ റെഡ്യൂസ് ചെയ്യുക. ലീസ്റ്റ് അടുത്തുള്ള ഇൻഡിജറിലേക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നും 6 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് കോമൺ ആയിട്ടുള്ള ഇൻഡിജർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇൻഡിജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന മില്ലർ ഇൻഡിസസ് എന്ന് പറയുന്നത് 3, 2, 6 ആണ് ഫസ്റ്റ് ഓപ്ഷൻ. Next question, the atomic mass of proton is 1.673, hydrogen is 1.673 into 10⁻⁻27 kilogram, chlorine is 35, chlorine is 58.06 into 10⁻⁻27 kilogram. The reduced mass of HCl, HClന്റെ reduced mass എത്രയായിരിക്കും എന്നാണ് കണ്ടത്. reduced mass കിട്ടാനുള്ള ഇക്വേഷൻ m1 into m2 by m1 plus m2 ആണ്.
അത് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പം mu is equal to reduced mass, mu is equal to m1 m2 by m1 plus m2, 1.673 into 10 raised to minus 27 into 58.06 into 10 raised to minus 27 divided by 1.673 into 58.06 into 10 raised to minus 27. അടിയിലുള്ള 10 raised to minus 27 കോമൺ ആയതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് എടുത്തത്. അപ്പൊ ഓരോന്നും മേലത്തെ ഒരു 10 raised to minus 27 നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ആ ഇക്വേഷൻ ജസ്റ്റ് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുക 1.626 into 10 raised to minus 27 kilogram ആണ് reduced mass ആയിട്ട് വരിക. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the compound with 2 lone pair of electron on the central atom. നമുക്കൊരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, ഓരോ 4 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഈ ഏതൊക്കെ കോമ്പൗണ്ടില് 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് സ്ട്രക്ചറിൽ കാണാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ജസ്റ്റ് നമ്മൾ സ്ട്രക്ചർ വരച്ചു നോക്കാം. BrF5ന്റെ കേസിൽ നമുക്ക് ഒരു ലോൺ പെയർ കിട്ടും. അത് പ്രപ്പോസ് ചെയ്ത ഒക്ടാഹീഡ്രൽ സ്ട്രക്ചർ ആണ്. ഒരു വേർട്ടിസിൽ നമുക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കാണാൻ പറ്റും. അപ്പൊ BR5ന് ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസേ ഉള്ളൂ. ഇനി ClF3ന്റെ കേസിൽ നമുക്കറിയാം അതൊരു ടി ഷേപ്പ് ആണ്. ടി ഷേപ്പ് എന്ന് പറയുമ്പോൾ പ്രപ്പോസ് ചെയ്തത് ട്രയഗണൽ ബൈപിരമിഡൽ ആണ്. അതിന്റെ 2 ആക്സിസിൽ 2 ലോൺ പെയർ ഫോം ചെയ്യും. അപ്പൊ നമുക്കൊരു ടി ഷേപ്പ് സ്ട്രക്ചർ ആയിരിക്കും കിട്ടുക. അതിൽ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി SF4ന്റെ കേസിൽ നമുക്ക് സീസോ ഷേപ്പ് എന്നാണ് പറയാ. അവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസേ ഉണ്ടാവുള്ളൂ. ഇനി XeF4ന്റെ കേസിൽ നമുക്ക് പ്രപ്പോസ് ചെയ്ത സ്ട്രക്ചർ ഒക്ടാഹീഡ്രൽ ആണ്. പക്ഷെ അതിന്റെ 2 ആക്സിസിലും 2 ലോൺ പെയർ ഒക്യുപ്പൈ ചെയ്യും. അപ്പൊ അവിടെയും നമുക്ക് 2 ലോൺ പെയർസ് കാണാൻ പറ്റും. അപ്പൊ ഓവറോൾ XeF4ന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്ക്വയർ പ്ലാനാർ ആയിരിക്കും. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ 2 ലോൺ പെയർ ഉള്ള സ്ട്രക്ചർ ഏതൊക്കെയാണ്? ClF3യും XeF4 ആണ്. അപ്പോൾ B and C are only the structures that contains 2 lone pair. അപ്പൊ അതാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ അത്രയാണ് ഈ സെഷനിലുള്ളത്. ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണാം.